ഏറെ വലിയ മുറവിളിക്കിടെ വാർത്താമാധ്യമങ്ങളിൽ വന്ന വാർത്തയ്ക്കൊടുവിൽ ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം നൽകാൻ തീരുമാനമായിരിക്കുന്നു. ലഭ്യമാകുന്ന വിവരപ്രകാരം മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഇടപെടലാണ് ബിനീഷ് കോടിയേരിക്ക് CPM അംഗത്വം പുതുക്കി നൽകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൻ്റെ പുരുഷായുസ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച് പാർട്ടിയുടെ നെടുനായകത്വം വഹിച്ച് KSYF-ലൂടെയും അതോടൊപ്പം യുവജന യൂത്ത് ഫെഡറേഷനിലൂടെയും ഒക്കെ പ്രവർത്തിച്ച് പിന്നീട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പദവും പോളിറ്റ് ബ്യൂറോ അംഗം എന്ന പദവുമൊക്കെ അലങ്കരിച്ച് കേരളത്തിലെ CPM-നെ നയിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ പുത്രനാണ് ബിനീഷ് കോടിയേരി. ബിനീഷ് കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാറിബാനേസിലൊക്കെ പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ SFIയുടെ തിരുവനന്തപുരത്തെ സജീവ സമരമുഖമായിരുന്നു. സമരമുഖത്ത് ബിനീഷിന്റെ തിളപ്പ്, ബിനീഷിന്റെ സമരവീര്യം ഒരുപാട് കേരളക്കര കണ്ടതാണ്. എന്നാൽ പിന്നീട് ഉണ്ടായ ഒരു ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ, ബിനീഷിനെതിരായ ഒരു അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബിനീഷിന്റെ പാർട്ടി അംഗത്വം റദ്ദാകുന്നത്. പരപ്പന അഗ്രഹാര ജയിലിൽ കിടന്ന ബിനീഷ് തിരിച്ചു വന്ന് നിരവധി തവണ 4 തവണ പാർട്ടിക്ക് അപേക്ഷ നൽകിയിട്ടും പാർട്ടി ജില്ലാ കമ്മിറ്റി ബിനീഷിന്റെ അംഗത്വ വിഷയത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ല എന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ, നമ്മൾ ഉൾപ്പെടെ വാർത്ത പുറത്തുവിട്ടു. ഇതിന് പിന്നാലെയാണ് പിണറായി വിജയന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പിണറായി വിജയന്റെ ഇടപെടലിൽ ബിനീഷിന് അംഗത്വം നൽകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ബിനീഷിനെ സംബന്ധിച്ചിടത്തോളം ബിനീഷ് അടിമുടി CPM-കാരനാണ്. തിരുവനന്തപുരത്ത് നേരത്തെ അദ്ദേഹം നടത്തിയ സമരത്തിന്റെ ഇടപെടൽ ഞാനിപ്പോഴും ഓർക്കുന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നാലകത്ത് സൂപ്പി കേരളത്തിന്റെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരുന്ന 2001-2006 കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ വിദ്യാർത്ഥി സമരം കൊടുമ്പിരി കൊണ്ട കാലമാണ്. സ്വാശ്രയ കോളേജിലെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട രജനി S. ആനന്ദ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്തപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം ഇടതു വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ചു. വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്ത് സർക്കാരിനെ പ്രതിരോധത്തിന്റെ പടുകുഴിയിലേക്ക് ചാദിച്ചു. കേരളമാകമാനം വിദ്യാഭ്യാസ ബന്ദ്, ആഴ്ചകളോളം കേരളത്തിലാകമാനം വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ച ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ അന്ന് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന പ്രധാനമായും SFI, AISF, KSUS, അതോടൊപ്പം തന്നെ KSC, ഈ 4 SSO, ഈ 5 വിദ്യാർത്ഥി സംഘടനകളാണ് അന്ന് സമരത്തിന്റെ നായകത്വം വഹിച്ച് തിരുവനന്തപുരത്ത് സമരരംഗത്തുണ്ടായിരുന്നത്. അന്ന് തിരുവനന്തപുരത്ത് TV രാജേഷ് ആയിരുന്ന SFIന്റെ സംസ്ഥാന സെക്രട്ടറി. TV രാജേഷിന്റെ നേതൃത്വത്തിൽ അവിടെ വിദ്യാർത്ഥികൾ സമരമിരിക്കുമ്പോൾ ആ സമരപ്പന്തലിലേക്കടക്കം ഗ്രനേഡ് എറിഞ്ഞ അന്തരീക്ഷം സൃഷ്ടിച്ച് സമരത്തിലിരുന്ന പ്രവർത്തകന്മാർ, നിരാഹാരമിരിക്കുന്ന ആളുകൾ പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് പോയതും അന്ന് തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ബിനീഷ് കോടിയേരിയായിരുന്നു. എന്നാൽ പിന്നീട് ബിനീഷ് കോടിയേരി ആ രാഷ്ട്രീയത്തിൽ, CPM രാഷ്ട്രീയത്തിലോ യുവജന രാഷ്ട്രീയത്തിലോ അത്ര സജീവമല്ല. അദ്ദേഹം ദുബായ് കേന്ദ്രീകരിച്ച് ബിസിനസ് ഒക്കെ മുന്നോട്ട്. പിന്നീടാണ് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെയാണ് ഈ ആരോപണം വരുന്നതും ബിനീഷിന് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പാർട്ടി അംഗത്വം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ വീണ്ടും ഒരു വാർത്താ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയാക്കിയതിനു ശേഷം ബിനീഷിന് അംഗത്വം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് ബിനീഷ് കോടിയേരിക്കെതിരായ കേസുണ്ടായ സമയത്ത് ബിനീഷിനെ തള്ളിപ്പറഞ്ഞ പാർട്ടി നേതൃത്വവും അച്ഛൻ കോടിയേരി ബാലകൃഷ്ണനും ഇപ്പോൾ സ്വന്തം മകൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ പ്രതിരോധത്തിന്റെ കവചം തീർത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംരക്ഷിക്കാൻ നമ്മൾ കാണുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ബിനീഷിന് അംഗത്വം നൽകാൻ പിണറായി തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം പിണറായി ഇത്തരത്തിൽ ഇപ്പോൾ ബിനീഷിന് അംഗത്വം നൽകണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെടാനുണ്ടായ ഒരു സാഹചര്യമെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്? ഒരിക്കലും പിണറായി വിജയന് ബിനീഷ് കോടിയേരിയോടുള്ള സ്നേഹം കൊണ്ടല്ല പെട്ടെന്ന് തന്നെ അംഗത്വം നൽകാമെന്ന് പറയുന്നത്. കാര്യം 4 തവണ അംഗത്വത്തിന് വേണ്ടി അപേക്ഷിക്കുകയും 4 തവണയും നൽകിയില്ല. ഇപ്പൊ പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇടപെട്ടാണ് അംഗത്വം നൽകുന്നത്. അപ്പൊ അതിന്റെ അകത്തുള്ള ഒരു വിഷയം ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ, ബിനീഷിനെതിരെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കേസ് ഉണ്ടാകുമ്പോൾ അന്ന് പിണറായി വിജയൻ എടുത്തൊരു നിലപാടുണ്ടായിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എടുത്തൊരു നിലപാടുണ്ടായിരുന്നു. ബിനീഷ് കോടിയേരിയുടെ അച്ഛനായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ എടുത്തൊരു നിലപാടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് കോടിയേരി എടുത്ത നിലപാടായിരുന്നു ശരി. ബിനീഷ് തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പാർട്ടി പ്രതിരോധം തീർക്കേണ്ട ആവശ്യമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിനീഷ് ശിക്ഷിക്കപ്പെടണം. അല്ലാതെ പാർട്ടിക്ക് ഇത് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. ബിനീഷിനെ പാർട്ടി സസ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ റദ്ദാക്കുന്നു. അത് കഴിഞ്ഞ് അത് പിന്നീട് 4 തവണ അപേക്ഷിച്ചിട്ടും പാർട്ടി ബിനീഷിനെ തിരികെ എടുക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ് എന്തുകൊണ്ടാണ് ബിനീഷിനെ 4 തവണ അംഗത്വത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടും പാർട്ടിയിലേക്ക് തിരികെ എടുക്കാത്തതെന്ന് ചോദ്യം നിലനിൽക്കുന്നു. മറുവശത്താണ് വീണ വിജയനെതിരെ ഒരു ആരോപണം വരുന്നു. ED റെയ്ഡുമായി മുന്നോട്ട് പോകുമ്പോൾ പിണറായി വിജയൻ, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അന്നെടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാണ്. സ്വന്തം മകളുടെ കാര്യം വന്നപ്പോൾ പാർട്ടിയെ കൊണ്ട് പ്രതിരോധം തീർപ്പിച്ചു, അല്ലെങ്കിൽ പാർട്ടിയെ കൊണ്ട് പ്രതിരോധം തീർത്തത് പിണറായി വിജയൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും
ആ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടക്കുന്നിടത്ത് ബിനീഷ് കോടിയേരി ഉണ്ടായിരുന്നു. സജീവ സാന്നിധ്യമായിരുന്നു ബിനീഷ് കോടിയേരിയുടേത്. അപ്പൊ ആലോചിക്കണം, അന്ന് ബിനീഷ് കോടിയേരിയുടെ പേരിൽ ആരോപണവും പ്രശ്നവും ഉണ്ടാകുമ്പോൾ പിണറായി വിജയനും പാർട്ടിയും എടുത്ത നിലപാടെന്തായിരുന്നു? കോടിയേരി ബാലകൃഷ്ണൻ അച്ഛനാണെന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താം. അന്ന് പിണറായി വിജയനും പാർട്ടിയും എടുത്ത നിലപാടെന്തായിരുന്നു? വീണ വിജയന്റെ വിഷയത്തിൽ മറുകണ്ടത്ത് വരുമ്പോൾ അല്ലെങ്കിൽ മറുവശത്ത് വീണ വിജയന്റെ വിഷയത്തിൽ വന്നപ്പോൾ ഇതേ പിണറായി വിജയനും പാർട്ടിയും എടുത്ത നിലപാട് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു, ബിനീഷിന്റെ വിഷയത്തിൽ എന്തുകൊണ്ടെന്ന് ആ നിലപാടെടുത്തു? ഇന്ന് സ്വന്തം മകളുടെ കാര്യം വന്നപ്പോൾ എന്തുകൊണ്ട് ഈ നിലപാടെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇ.പി. ജയരാജനടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, ഇത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞ് തടിയുരുമ്പോഴും കോൺഗ്രസ് അടക്കമുള്ള എല്ലാവരും അല്ലെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെല്ലാം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ബിനീഷിനോട് ഈ വേർതിരിവ് കാണിക്കുന്നത്? ഇപ്പോഴും ബിനീഷിനോട് എന്തുകൊണ്ട് 4 തവണ അപേക്ഷയുമായി വരുന്നു? വീണ വിജയന്റെ പേരിനൊപ്പം എല്ലാവരും ചേർത്ത് പറയുന്നത് അല്ലെങ്കിൽ എല്ലാവരും കണക്ട് ചെയ്ത് പറയുന്നത് ബിനീഷിന്റെ അന്നത്തെ സംഭവമാണ്. അന്നെടുത്ത നിലപാട് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ എടുക്കുന്നില്ല? വീണ തെറ്റുകാരി ആയത് കൊണ്ടാണോ എന്നുള്ള നിരവധി ചോദ്യങ്ങൾ പിണറായി വിജയന് മുന്നിൽ വരുമ്പോൾ പിണറായി വിജയന് സത്യസന്ധമായി പറയാൻ ഒരു മറുപടിയില്ല, ഉത്തരമില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് പിണറായി വിജയൻ ഇപ്പൊ ഇത്തരത്തിലൊരു നിലപാടെടുത്തിരിക്കുന്നത്. ബിനീഷ് കോടിയേരിയെ തിരികെ പാർട്ടിയിലേക്ക് എടുത്താൽ അത് പിണറായി വിജയന് എതിരായിട്ടുള്ള ഇപ്പോൾ സംസാരം നടക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ ഇപ്പോൾ നടക്കുന്ന ചോദ്യങ്ങൾക്ക് അറുതി വരുത്താനാകും. കാര്യം 4 തവണ അപേക്ഷിച്ചിട്ട് തിരികെ എടുക്കുന്നില്ല. അന്ന് ബിനീഷ് കോടിയേരിയുടെ വിഷയത്തിൽ പാർട്ടിയും അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ എടുത്ത നിലപാട്, ഇത്തരം കാര്യങ്ങൾ ബിനീഷ് കോടിയേരിയിലൂടെ അല്ലെങ്കിൽ CPM-നെ വെച്ച് പിണറായി വിജയൻ പ്രതിരോധം തീർക്കുമ്പോൾ പാർട്ടിക്കകത്ത് പോലും ബിനീഷ് കോടിയേരിയെ ചൂണ്ടിക്കാട്ടി ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ പിണറായി വിജയൻ ഉത്തരമില്ല. അത് വീണ വിജയനെതിരെ തിരിയുമോ എന്നുള്ള ഭയമുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ഇനി മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഇത് കൂടുതൽ ചർച്ചയായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസവും ഉറപ്പും പിണറായി വിജയനുണ്ട്. പാർട്ടിക്ക് മാത്രമല്ല, അത് തനിക്കെതിരെ തിരിഞ്ഞു വരുമെന്നറിയാം. തന്റെ മകളുടെ പേര് കൂടി ഉൾപ്പെടുന്ന വിഷയമായതുകൊണ്ട് തനിക്കെതിരെ തിരിയും. അതുകൊണ്ട് ഈ പ്രശ്നം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ബിനീഷ് കോടിയേരി ഇപ്പൊ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ബിനീഷ് കോടിയേരിയോടുള്ള സ്നേഹം കൊണ്ടല്ല. ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇ ഡി റെയ്ഡ് നടക്കുന്നതിന് തൊട്ട് മുൻപത്തെ ദിവസം പോലും ബിനീഷ് കോടിയേരിയെ തിരികെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ വിഷയത്തിൽ ഒരു നിലപാടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇത്രയും വിഷയങ്ങൾ അല്ലെങ്കിൽ തനിക്ക് മിണ്ടാൻ കഴിയില്ല ഈ വിഷയത്തിലെന്ന ഉറച്ച ബോധ്യം പിണറായി വിജയൻ വന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ബിനീഷ് കോടിയേരിയെ തിരികെ എടുത്തിരിക്കുന്നത്. തീർച്ചയായും ബിനീഷിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അംഗത്വം അദ്ദേഹത്തിന് വീണ്ടും നൽകുകയാണ്. കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലടക്കം റെയ്ഡ് നടത്തിയപ്പോൾ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിനകത്ത് പ്രവർത്തകരെ സംരക്ഷിക്കാൻ പ്രതിരോധത്തിന്റെ കവചം തീർത്ത് മുന്നിൽ നിൽക്കുന്ന ബിനീഷ് കോടിയേരിയെ കേരളം കണ്ടതാണ്. കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെട്ടു. വീണ്ടും അദ്ദേഹം ബിനീഷ് പാർട്ടിയിലേക്ക് തിരികെ എത്തുമ്പോൾ കോടിയേരിയുടെ ആത്മാവ് ചിരിക്കുന്നുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ബിനീഷിനെ പോലെയുള്ള സമരരംഗത്ത് കൂടുതൽ സജീവ സാന്നിധ്യമായ ആളെ പാർട്ടി തള്ളിപ്പറഞ്ഞപ്പോൾ പാർട്ടി അംഗത്വം പോലും ഉണ്ടോ എന്നറിയാത്ത വീണ വിജയനെ പാർട്ടി ചേർത്ത് പിടിച്ചത് നമ്മൾ കണ്ടതാണ്. ഈ വിഷയത്തിൽ ഇനി ബിനീഷ് ഇതുവരെ പരസ്യമായി ഈ വിഷയത്തിലൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും പാർട്ടിയുടെ നടപടി എന്ത് തരത്തിൽ ഈ റെയ്ഡിന് ശേഷം പിണറായി വിജയന്റെ ഇടപെടൽ എന്തായാലും ഏത് തരത്തിലാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ബിനീഷ് വീണ്ടും പാർട്ടി അംഗത്വത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇനി മുന്നോട്ട് ബിനീഷ് പാർട്ടിയിൽ സജീവമായി പ്രവർത്തന രംഗത്തുണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ട വസ്തുതയാണ്.